ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ലൈഫ് സയൻസ് സെഷനിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ കുറേ രോഗാവസ്ഥകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അസുഖങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുണ്ടാവും. ഒരു പാർട്ട് 1 എന്ന് കരുതുക, ഒരു ചെറിയൊരു പാട്ട് കൂടി പുറകെ ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമ്മൾ നേരത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലെ ഒട്ടനവധി രോഗാവസ്ഥകളെ പറ്റി നമ്മൾ കണ്ടു പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഇന്ന് അതുകൊണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ 2 ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ പൊതുവേ ഡിസീസസിനെ പറയുന്നത്. ഓക്കെ, എന്താ ഡിസീസ്? എ ഡിസീസ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് ഡിറ്റീരിയോറേറ്റ്സ് ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്, ഇവൻച്വലി ഹ്യൂമൻ ബീങ്. നമ്മുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ്ങിന് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിക്കുന്ന സിറ്റുവേഷനെ, നോർമലായിട്ട് എൻ്റെ ബോഡിക്കകത്തുള്ള ഓരോ ഓർഗൻസും ഓരോ ടിഷ്യൂസും ഓരോ സെല്ലും ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായിട്ട് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏജൻറ്റുകളാണ് അല്ലേ. അപ്പോൾ അവരവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത വണ്ണം മാറുന്ന സിറ്റുവേഷൻ എത്തുമ്പോഴാണ് നമ്മളതിനെ ഒരു ഡിസീസ്, രോഗം എന്ന രീതിയിൽ നമ്മൾ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിസീസ് തന്നെയാണ് നമ്മൾ പൊതുവെ 2 ഗണത്തിൽ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുക. ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും രണ്ടാമത്തേത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും. അതിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന NCD എന്ന് ചുരുക്കനാമത്തിൽ വിളിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പലപ്പോഴും NCDസുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ എന്നൊക്കെ പറഞ്ഞാൽ NCDയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം, NCD പ്രോഗ്രാം ഇൻ ദ സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതിനകത്ത് NCD എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞതാണ്. NCD എന്നാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നതാണ് അർത്ഥമാക്കുന്നത്. എനി ഹൗ, പ്രധാനമായിട്ട് നമ്മൾ ഡിസീസസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒന്ന് NCDയും 2 CDയുമാണ്. CD എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്താ ഡിസീസ് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസീസസിനെ പറ്റിയിട്ട് 1-2 കാര്യങ്ങളോട് മനസ്സിലാക്കിയിരിക്കാം. സി, വെൻ എ പേഴ്സൺ ഈസ് ഇൻഫ്ലിക്റ്റഡ് വിത്ത് എ ഡിസീസ്, ഹി എക്സ്ഹിബിറ്റ് എ ഫ്യൂ സിംറ്റംസ് ആൻഡ് സൈൻസ് ദാറ്റ് റേഞ്ച് ഫ്രം നോർമൽ ടു സിവിയർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി മെഡിക്കൽ കണ്ടീഷൻ. ശരിയല്ലേ? നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഡിസീസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മുടെ ബോഡി അതിനുള്ള സിഗ്നൽ സെൻഡ് ചെയ്യും. നമ്മുടെ ബോഡി നമുക്കത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ചില സിഗ്നലുകൾ സെൻഡ് ചെയ്ത് തരാറുണ്ട്. ആ സിഗ്നലുകളെയാണ് നമ്മൾ പൊതുവെ സിംറ്റംസ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക. ദാറ്റ് സിഗ്നൽസ് ആർ വാട്ട് വി കോൾ ആസ് സിംറ്റംസ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സിംറ്റംസ് എന്ന് വിളിക്കും. രോഗലക്ഷണങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ ലക്ഷണങ്ങളുടെ തീവ്രത എന്ന് പറയുന്നത് നമ്മുടെ രോഗാവസ്ഥയിലുള്ള തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് സ്വെല്ലിങ്, നീര്, വീക്കം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയൊരു നീർക്കെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കാലാകാലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കറിയാം ചെറിയൊരു നീരാണെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമുള്ള സാധനമല്ല. കുറേ കാലം കുറച്ചുകൂടി വലുപ്പമേറിയ നല്ല പോലെ മുഴച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് സീരിയസ് ആണ്, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെയിൻ ഒരു സിംറ്റമാണ്. പെയിൻ ഉണ്ടാവുക, വേദന എന്ന് പറയുന്നൊരു സിംറ്റമാണ് അല്ലേ. വേദനയിൽ തന്നെ സിവിയറിറ്റി നമ്മൾ പറയാറില്ലേ, ഔട്ട് ഓഫ് 1 to 10 ഹൗ മേ യു റേറ്റ് യുവർ, അല്ലെങ്കിൽ ഹൗ വുഡ് യു റേറ്റിംഗ് വെൻ ഇറ്റ് കംസ് ടു യുവർ പെയിൻ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. 10 നിങ്ങൾ എത്ര റേറ്റ് ചെയ്യും പെയിനിനെ എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും ഉണ്ട്. അപ്പോൾ ആ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ രോഗാവസ്ഥയുടെ സിവിയറിറ്റീനെ അല്ലെങ്കിൽ തീവ്രതയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷനാണ്. ഡിസീസ് ഉണ്ടാക്കുന്ന ചില ഏജൻറ്റുമാരുണ്ട്, അവന്മാരെ വിളിക്കുന്ന പേര് പാത്തോജൻസ് ആണ്. നമ്മുടെ ബോഡിക്കകത്ത് ആവശ്യമില്ലാത്തവന്മാരാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്, ഡിസീസ് കോസിങ് ഏജൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസീസസിനെ പറ്റിയിട്ടും ഡിസീസ് കോസിങ് ഓർഗാനിസങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്ന പഠനശാഖയെ വിളിക്കുന്ന പേരാണ് പാത്തോളജി. ഇതാണ് പാത്തോളജി. ഇപ്പോൾ പാത്തോളജിക്കൽ സ്റ്റഡി നമ്മൾ നടത്തും എന്ന് പറയുന്നതാണ് രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗകാരികളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുന്ന പഠനമാണ് പാത്തോളജി എന്ന് പറയുന്നത്, മനസ്സിലാക്കിയിരിക്കാം. റൈറ്റ്. അപ്പോൾ ഇതാണ് പ്രഥമ ദൃഷ്ടിയാൽ ഡിസീസ് എന്നൊരു പേരിന് അല്ല എന്താ പറയുക, ഡിസീസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ പറ്റി നമ്മൾ പറയുന്ന വസ്തുത. അപ്പോൾ ഈ ഡിസീസസിൽ തന്നെ 2 തരത്തിലുണ്ട്. നമ്മൾ പറഞ്ഞതാണ് കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും. അപ്പോൾ അതിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കമ്മ്യൂണിക്കബിൾ, കമ്മ്യൂണിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? ഒരാൾ മറ്റൊരാളിലേക്ക് അയാളിൽ നിന്ന് ചില സന്ദേശം കൈമാറുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് ഒരു സന്ദേശം കൈമാറാനുണ്ട്, ക്ലാസ്സിൻ്റെ രൂപത്തിൽ സന്ദേശം കൈമാറാനുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആംഗ്യ ഭാഷ ഉപയോഗിച്ചിട്ടാകാം, ഒരു വെർബൽ സംസാരങ്ങളിലൂടെ ആവാം, ചിത്രങ്ങൾ കാണിച്ചിട്ടാകാം, എഴുത്തിലൂടെ ആകാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം കൺവേയിങ് എ മെസ്സേജ് ടു. ഞാൻ നിങ്ങളിലേക്ക് എന്തോ പകർന്നു നൽകുന്നുണ്ട്.
അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസീസും ഇതുപോലെ പകർന്നു നൽകാൻ സാധിക്കുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ അത്തരം ഡിസീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആ ഒരു ലഘുവായ ഉദാഹരണത്തോടുകൂടി മനസ്സിലാക്കിയത്. അപ്പോൾ എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതല്ല, ഒരാളിൽ നിന്നും പരസ്പരം എന്നുള്ള ഒരു സാഹചര്യമില്ല, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള രോഗാവസ്ഥകളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അതായത് ഡിസീസസ് that is spread from a sick person to others are called contagious disease. Communicable diseasesന്റെ മറ്റൊരു പേരാണ് കണ്ടേജിയസ്. കമ്മ്യൂണിക്കബിളിനെ മറ്റൊരു പേരിൽ വിശേഷിപ്പിക്കുന്നതാണ് കണ്ടേജിയസ്. സ്മോൾ പോക്സ്, കോമൺ കോൾഡ്, ജോണ്ടിസ്, ഫീവർ, നമ്മൾ പലതരത്തിലുള്ള റാറ്റ് പോലുള്ള ഫീവറുകൾ പറയാറുണ്ടല്ലോ, അതൊക്കെ ഇത്തരത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന രീതിയിൽ പകർന്നു നൽകാൻ സാധിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇത്തരത്തിലുള്ള പേര് മീൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന രീതിയിൽ വിളിക്കുന്നത്. So these are spread by microorganisms such as bacteria, viruses, fungi and protozoa. കമ്മ്യൂണിക്കബിൾ ആണ് ശരി, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പോകുന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുവെങ്കിൽ കൂടിയും ഇവരെ പകർത്തുന്നതിനായിട്ട് ചില ഏജൻറ്റുമാർ, വെക്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. എന്താ വിളിക്കുക? വെക്റ്റേഴ്സ് ഇടയിൽ കളിക്കുന്നുണ്ട്. അത് ചില വെക്റ്റേഴ്സ് അല്ല, കാരണകാരികൾ. ഇതിന് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ആവാൻ കാരണകാരികളാകുന്ന മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് പോലുള്ളവയാണ്. എന്നാൽ ഈ കാരണകാരികളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊതുക് എന്നൊക്കെ പറയാറില്ലേ, കൊതുക്, എലി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നവയാണ്. ഈച്ച, ഇതൊക്കെ വെക്റ്റേഴ്സാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസങ്ങൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗ, പ്രോട്ടോസോ പോലുള്ള ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസങ്ങളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന ആൾക്കാരെ, ഏജൻറ്റുമാരെ വിളിക്കുന്ന പേരാണ് വെക്റ്റേഴ്സ് എന്നറിഞ്ഞിരിക്കുക. മോസ്കിറ്റോ, ബീസ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താണ് വെക്റ്റേഴ്സായിട്ട് വിളിക്കുന്നവന്മാരാണ്. എന്നാൽ എല്ലാ ഡിസീസുകളും അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസസും വെക്റ്റർ ബോൺ ആകണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ വെക്റ്റർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വെക്റ്റർ ബോൺ ഡിസീസ് ആകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ജലദോഷം, കോമൺ കോൾഡ്, ജലദോഷമുള്ള ഒരാൾ അടുത്തിരുന്ന് തുമ്മിയാൽ എയറിലൂടെ സഞ്ചരിച്ചു വരുന്ന എയറോസോളുകൾ, അദ്ദേഹം തുമ്മിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് എയറിലേക്ക് ഇറങ്ങി വളരെ കാണാൻ പറ്റാത്ത ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എയർ ഡ്രോപ്ലെറ്റുകളായിട്ട് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് ഡ്രോപ്ലെറ്റുകളായിട്ട് അത് എയറിലൂടെ സഞ്ചരിക്കും. പിന്നെ നമ്മൾ എയറോസോൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോയാൽ നമുക്കും ജലദോഷം ഉണ്ടാകാനുള്ള സിറ്റുവേഷനുണ്ട്. സിംപ്ലി ബൈ ബ്രീത് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് തിരിച്ച് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന എയറിൽ പോലും നമ്മുടെ ശരീരത്തിനകത്തുള്ള പല വൈറസോ ബാക്ടീരിയാസിൻ്റെയൊക്കെ കണ്ടൻറ്റുകൾ ഉണ്ടാകാം. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ എന്തുണ്ടാവണമെന്ന് നിർബന്ധമില്ല, വെക്റ്റർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ വെക്റ്റർ ബോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ? അങ്ങനെയും പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ വെക്റ്റർ ബോണും ഉണ്ട്. Communicable diseases include diseases that spread through contact with infected organism. Contagious disease എന്ന് പറയും. Diseases that spread through other means, that is vector, water, air, etc. നമ്മൾ പറഞ്ഞു വെക്റ്റർ ബോൺ, അതുപോലെ വാട്ടർ ബോൺ ഡിസീസസ്, എയർ ബോൺ ഡിസീസ് അങ്ങനെ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് നേരിട്ട് നമ്മൾ കോൺടാക്റ്റിൽ വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന അസുഖങ്ങളുണ്ട്, അല്ലാതെ വരുന്നതുകൊണ്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ചില ഡിസീസസ്. വാട്ടർ ബോൺ ആയിട്ടുള്ള കണ്ടേജിയസ് ഡിസീസസിന് ഉദാഹരണം പറയുന്നതാണ് ടൈഫോയിഡ്, അതുപോലെ കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, അക്യൂട്ട് ഡയറിയൽ ഡിസീസ്, പോളിമൈലൈറ്റിസ്, ഫുഡ് പോയ്സണിങ് ഒക്കെ വാട്ടർ ബോൺ ഡിസീസസ് എന്ന കാറ്റഗറി പെടും. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് ഫുഡ് പോയ്സണിങ്ങിന് വാട്ടർ ബോണിൻ്റെ കാറ്റഗറി പെടുത്തിയിട്ടുണ്ട്. എയർബോൺ, ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, ഇൻഫ്ലുവൻസ, ഡിഫ്തീരിയ, വുഫിംഗ് കഫ്, മെനിഞ്ചോകൊക്കൽ മെനിഞ്ചൈറ്റിസ്, acute respiratory infections, severe acute respiratory syndrome, tuberculosis, swine flu, ഇതൊക്കെ എയർബോൺ ഡിസീസ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അതായത് മംസ് പെട്ടെന്ന് മംസ് എന്ത് തരത്തിലുള്ള ഡിസീസ്, ഇസ് ഇറ്റ് എ വെക്ടർ ബോൺ ഡിസീസ്, ഇസ് ഇറ്റ് എ വാട്ടർ ബോൺ ഓർ എയർബോൺ ഡിസീസ്? മംസ് എയർബോൺ ആണ്, പഠിക്കാൻ പറ്റണം. മെനിഞ്ചോകൊക്കൽ മെനിഞ്ചൈറ്റിസ് എയർബോൺ ആണ്, ട്യൂബർകുലോസിസ് എയർബോൺ ആണ്, സ്വൈൻ ഫ്ലൂ എയർബോൺ ആണ്. വെക്ടർ ബോൺ ഡിസീസസിന് ഉദാഹരണമാണ് ഡെങ്കു, മലേറിയ, ലിംഫാറ്റിക് ഫിലേരിയാസിസ്, ചിക്കൻ ഗുനിയ പോലുള്ള അസുഖങ്ങളൊക്കെ വെക്ടർ ബോൺ ആണ്. കൊതുക് ആണ് പരത്തുന്നത് അല്ലെങ്കിൽ പകരുന്നത് നമുക്കറിയാം അല്ലേ, പരത്തുന്നത് കൊതുകാണ്. ഈഡിസ് ഈജിപ്റ്റി, അതുപോലെ ഈഡിസ് എലിഫൻ്റ് അല്ലല്ലോ,
യെസ് ഈഡിസ് ഈജിപ്തി തന്നെയാണ്, സോറി യെസ് ഈഡിസ് ഈജിപ്തി പോലുള്ള കൊതുകിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതും പഠിച്ചതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മളല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കും. പിന്നെ പാൻഡമിക്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് ഡിസീസസിൽ തന്നെ ചില രോഗങ്ങളെ നമ്മൾ എപ്പിഡമിക് എന്ന് വിളിക്കാറുണ്ട്, ചിലതിനെ പാൻഡമിക് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് എപ്പിഡമിക്, എന്താണ് പാൻഡമിക്? ഈ പാൻഡമിക് എന്ന് പറഞ്ഞാൽ when communicable diseases spread among people across multiple countries or continents during the same period, affecting a large number of people, the condition is called a pandemic. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പേരിൽ ഒരേ സമയം സ്പ്രെഡ് ചെയ്യപ്പെടുന്ന അസുഖമാണെങ്കിൽ നമ്മൾ എപ്പിഡമിക് എന്ന് പറയും. പകർച്ചവ്യാധി, മലയാളത്തിൽ എന്താ പറയുക? എപ്പിഡമിക്കിനെ പകർച്ചവ്യാധി എന്ന് പറയും, എപ്പിഡമിക്സ്. അപ്പം അതൊരു റീജിയനിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നിപ്പ എന്ന രോഗാവസ്ഥ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയും അവിടെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് സാധിക്കുകയും ചെയ്തു. മറ്റ് ജില്ലകളിലേക്ക് പടരാണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്താണ്ടും ഒക്കെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. അതൊരു മികച്ച അഡ്വാൻറ്റേജിന് ഒരു സംശയമില്ല. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മികവ് തന്നെയാണ്, സാധിച്ചു. അപ്പോൾ ആ നിപ്പ എന്ന രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നിപ്പ ഒരു പാൻഡമിക് ആണോ എപ്പിഡമിക് ആണോ എന്ന് ചോദിച്ചാൽ നിപ്പ ഈസ് എൻ എപ്പിഡമിക്. നിപ്പ ഒരു എപ്പിഡമിക് ആണ്. കാരണം ആ ഒരു റീജിയനിൽ മാത്രമായിട്ട്, കോഴിക്കോട് മാത്രമായിട്ടെന്ന രീതിയിൽ അത് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് നിർത്താൻ സാധിച്ചു. എനിഹാവ് അവിടെ മാത്രമല്ലേ അത് സ്പ്രെഡ് ചെയ്ത് കണ്ടുള്ളൂ. അതിനെയാണ് നമ്മൾ എപ്പിഡമിക്സ് എന്ന് വിളിക്കുന്നത്. എന്നതാ വിളിക്കുക? എപ്പിഡമിക് എന്ന് വിളിക്കും. അതുപോലെ മറ്റൊരു സംഗതിയാണ് പാൻഡമിക്. ഈ പറയുന്ന രോഗം ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റീജിയൻ സ്പെസിഫൈഡ് അല്ലാതെ ഒരേ സമയത്ത് ഒന്നിലധികം രാജ്യങ്ങളിലോ ഒന്നിലധികം കോണ്ടിനെൻറ്റുകളിലോ ഒരേ സമയം തന്നെ വ്യാപിച്ചു കാണുന്ന സിറ്റുവേഷൻ ആയാൽ ആ രോഗത്തെ നമ്മൾ പാൻഡമിക് എന്ന് വിളിക്കും. COVID-19 എന്ന അടുത്തിടെ നമ്മൾ കണ്ടിരുന്നൊരു വ്യാധി ഒരു പാൻഡമിക്കാണ്. കാരണം അതൊരു രാജ്യത്ത് മാത്രമല്ല, പല രാജ്യങ്ങളിൽ, ഇൻഫാക്റ്റ് മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇൻ ദ വേൾഡ് ഇസ് അഫക്റ്റഡ് ബൈ COVID-19. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും COVID-19 ബാധിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ അത് പാൻഡമിക്കാണ്. നിപ്പ എപ്പിഡമിക്കാണ്. വ്യത്യാസം പിടികിട്ടിയല്ലോ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാൻഡമിക് ആയിക്കോട്ടെ എപ്പിഡമിക് ആയിക്കോട്ടെ, ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരേ കാലത്തിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഉണ്ടായി എന്ന് കരുതിയിട്ട് നമുക്ക് പാൻഡമിക് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പല രാജ്യങ്ങളിലും ഒരേ സമയത്തുണ്ടാവണം. അപ്പോൾ 2019 2020 ഒക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു, ചൈനയിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന കോവിഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ പാൻഡമിക് എന്ന് വിളിക്കുന്നത്. സ്മോൾ പോക്സ്, കോളറ, പ്ലേഗ്, COVID-19 ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം. ഡിസീസസിൽ, കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ പർട്ടിക്കുലർലി നമുക്ക് പല ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ് എക്സെട്ര. അപ്പോൾ ഇതിൽ വൈറൽ ഡിസോർഡേഴ്സിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വൈറസ് ഇസ് എൻ ഇൻഫെക്റ്റീവ് ഏജൻറ്റ്. ഇത് ആക്ച്വലി ഇനാക്റ്റീവ് ആണ്. എങ്ങനെ? ഒരു ലിവിങ് സെല്ലിൽ പ്രവേശിക്കുന്നത് വരെ ഇവൻ ഇനാക്റ്റീവ് സ്റ്റേറ്റിലുമായിരിക്കും. ഹി ഡസ് നോട്ട് ഹാവ് എനി സിംറ്റം ഓഫ് എ ലിവിങ് ബീയിങ്. വൈറസ് ജീവനുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് കൃത്യമായ മറുപടി. വൈറസ് ഒരു ഹോസ്റ്റ് സെല്ലിൽ കടക്കുന്ന സമയത്ത് മാത്രം, ജീവനുള്ള ഒരു ഹോസ്റ്റ് സെല്ലിൽ കടക്കുമ്പോൾ മാത്രമാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കുക. വിച്ച് ഇസ് എ സിംബൽ ഓഫ് ലൈഫ്, റെപ്ലിക്കേഷൻ. പക്ഷേ ഇത് തന്നെത്താൻ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ സഹായമില്ലാത്ത സമയത്ത് ഇവൻ ഇനാക്റ്റീവാണ്. And this virus is an infective agent that typically consists of a nucleic acid molecule in a protein coat, is too small to be seen by light microscopy and is able to multiply only within the living cell of a host. അല്ലേ? ഒരു ഹോസ്റ്റ് സെല്ലുകളിൽ മാത്രമാണ് അത് എന്ത് ചെയ്യാൻ സാധിക്കുക? മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുക. സെറ്റാവുന്നോ? അതെ. Viral diseases are infections caused by viruses. Different types of viruses can cause different infections. Common cold is the most common type of viral infection that is caused by infections in the respiratory tract. നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും പ്രദേശത്തിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അസുഖമാണ്. അതിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന അസുഖമാണ് കോമൺ കോൾഡ്. ജലദോഷം എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണെന്ന് അർത്ഥം. ജലദോഷം എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ്, വൈറസാണ് അവിടുത്തെ അപകടകാരി അല്ലെങ്കിൽ രോഗകാരി എന്ന് മനസ്സിലാക്കിയിരിക്കാം. സെറ്റാന്നേ? ക്ലിയർ അല്ലേ? റെസ്പിറേറ്ററി ട്രാക്ട്. Not all viral diseases are contagious. This means they aren't always spread from one person to another.
ബട്ട് ഫ്രം ദ ബൈറ്റ് ഓഫ് എൻ ഇൻഫെക്റ്റഡ് ഇൻസെക്റ്റ്. അതായത് എല്ലാ വൈറൽ ഡിസീസുകളും കണ്ടേജിയസ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരണം എന്നൊരു നിർബന്ധമില്ല. ഒരു പക്ഷേ ഒരു ഇൻസെക്റ്റ് കടിച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെ വൈറൽ ഡിസീസുകൾ ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വൈറൽ ഡിസീസുകളും കണ്ടേജിയസ് അല്ല എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് കണ്ടേജിയസ് ആയിട്ടുള്ളവരെയാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് പൂർണ്ണരൂപം. എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു അസുഖമാണ് അല്ലേ എയ്ഡ്സ് എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ടേറുന്ന ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഈ രോഗാവസ്ഥ പിടിപെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഷട്ട് ഡൗൺ ആവുന്ന സിറ്റുവേഷനിലേക്ക് പോകും. പതിയെ ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജായി ഇമ്മ്യൂൺ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന രോഗകാരികളായ പാത്തോജൻസിന് എഗെയിൻസ്റ്റായിട്ട് പ്രതികരിക്കുവാനോ അവരെ തടഞ്ഞു നിർത്തുവാനോ ഉള്ള ശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ഈ പാത്തോജൻസ് തൻ്റെ ശരീരത്തിലേക്ക് കടന്നു ചെന്ന് ശരീരത്തിലെ ഓരോ ഓർഗൻസിനെ നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ ദൈനംദിനമായിട്ട് ഓരോ ശ്വാസം എടുക്കുമ്പോൾ പോലും ആയിരക്കണക്കിന് ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇതിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഒക്കെ ഈ നശിപ്പിച്ച് കളയുന്ന നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നിങ്ങളൊന്ന് ആലോചിക്കാൻ മതി. ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആബ്സെൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഈവൻ ബൈ ഒരു ചെറിയൊരു ജലദോഷമോ ചെറിയൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഈവൻ ബൈ സിമ്പിൾ ബ്രീതിങ് നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ കൂടി പോലും നിങ്ങളെ രോഗകാരിയാക്കാനും മരണത്തിലേക്ക് പോലും തള്ളിവിടാനും സാധിക്കുന്ന ചില രോഗകാരികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി പോയേക്കാം വിതൗട്ട് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പണിയെടുക്കുന്നതിൽ നിന്ന് അവൻ റദ്ദ് ചെയ്യും. ആരാ അത് റദ്ദ് ചെയ്യുന്നത്? ഒരു വൈറസാണ്. ഏത് വൈറസ്? നമ്മൾ വൈറൽ ഡിസീസിനെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാ വൈറസിൻ്റെ പേര്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പഠിക്കാൻ എളുപ്പമുണ്ട്. രണ്ടിനകത്തും ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കിടപ്പുണ്ട്, ID എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം കോസ് ചെയ്യുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV വൈറസ് എന്ന വൈറസാണെന്ന് മനസ്സിലാക്കാം. 2 ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. ആരാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സിന് കാരണമാകുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇവരെ കണക്ട് ചെയ്ത് പഠിച്ചോണം. എയ്ഡ്സ് HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ചിക്കൻ പോക്സിന് കാരണമാകുന്നവൻ വാരിസെല്ല സോസ്റ്റർ ആണ്. യെല്ലോ ഫീവർ ആർബോ വൈറസ്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസിന്, ഡെങ്കിപ്പനി കാരണക്കാരനാകുന്നത് വെക്ടറുണ്ട്, പിന്നെ നമ്മുടെ കൊതുകാണ് ഡെങ്കിപ്പനി കാരണമാകുന്ന വെക്ടർ എന്ന് പറയുന്നത്. പക്ഷേ വൈറസ് ആരാണ്? ഫ്ലാവി വൈറസ് ആണ്. ആരാണ്? ഫ്ലാവി വൈറസ്. ചിക്കൻ ഗുനിയ വൈറസ് ആണ് കാരണക്കാരനാകുന്നവൻ ഈഡിസ് ഈജിപ്റ്റി, അതുപോലെ ഈഡിസ് ആൽബോപിക്ടസ് ഒക്കെ അത് കൊണ്ടുവരുന്ന കാരണക്കാരാകാറുണ്ട്. എബോള വൈറസ് തന്നെയാണ്, അല്ലെങ്കിൽ സുഡാൻ വൈറസ് എന്നും എബോള വൈറസിന് അറിയപ്പെടും. എബോള എന്ന ഡിസീസിൻ്റെ കാരണക്കാരനാകുന്ന എബോള വൈറസ് തന്നെയാണ്. പിന്നെ ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് വിളിക്കുന്നത് ഓർത്തോമൈക്സോവിരിഡെ. ആരാണ്? ഓർത്തോമൈക്സോവിരിഡെ ഫാമിലിയിൽപ്പെട്ട വൈറസുകളൊക്കെ തന്നെയാണ് ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ ഉണ്ടാകുന്നതിന് കാരണക്കാരനാകുന്നതെന്നും അറിഞ്ഞിരിക്കുക. സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ H1N1 എന്ന് പറയുന്ന പന്നിപ്പനി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. H1N1 ഫ്ലൂ. ഇൻഫ്ലുവൻസ A വൈറസ് ആണ് അതിന് കാരണക്കാരി. സാർസ് കൊറോണയുടെ മറ്റൊരു വകഭേദമാണ്, കൊറോണ വൈറസ് തന്നെയാണ്. മങ്കി പോക്സ് വിരിഡെ ഫാമിലിയിൽപ്പെട്ട വൈറസുകൾ. കോമൺ കോൾഡ് റൈനോ വൈറസ് ആണ്. സ്മോൾ പോക്സ് വാരിയോള വൈറസ്. സ്മോൾ പോക്സിന് കാരണം വാരിയോള വൈറസ്. സ്മോൾ പോക്സ് വാരിയോള. വാരിയല്ല് സ്മോൾ ആണെന്ന് ആലോചിച്ചാൽ മതി. വാരിയല്ല് സ്മോൾ ആണ്. വാരിയല്ലിലെ ഓരോ കശേരുക്കളും സ്മോൾ ആണെന്ന് പോലും ആലോചിച്ച് വെച്ചാൽ മതി. റാബീസ്, പേവിഷബാധ, റാബീസ് ലൈസ വൈറസ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, B ഉണ്ട്, C വൈറസുകളുണ്ട്. മിക്കവാറും ഒക്കെ നൊബേലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഹെപ്പറ്റൈറ്റിസ് A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അതുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകൾക്ക് നൊബേൽ കിട്ടുന്നതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. മീസിൽസ് റൂബിയോള വൈറസ് ആണ്. പോളിയോ വൈറസ് ആണ്. ഇൻഫ്ലുവൻസ വൈറസ് തന്നെയാണ്. എൻസെഫലൈറ്റിസ് ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ് ആണ്. എൻസെഫലൈറ്റിസിന് കാരണക്കാരനാകുന്നത് PYQ ആണ്. എൻസെഫലൈറ്റിസ് ഒക്കെ ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ്. മംസ് പാരാമൈക്സോ വൈറസ്. മംസ്
റുബെല്ല വൈറസ്, ജെനൈറ്റൽ ഹെർപ്പീസ് സിംപ്ലെക്സ് തന്നെയാണ് വൈറസ്. നമ്മുടെ എൻസെഫലൈറ്റിസിൻ്റെ കാര്യത്തിലും ജെനൈറ്റൽ ഹെർപ്പീസിൻ്റെ കാര്യത്തിലും ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ് തന്നെയാണ് കാരണക്കാരിയെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. സെറ്റാന്നേ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത്, ഈ ഒരു 3 ടേബിളിലായിട്ട് നമ്മൾ പഠിച്ചത് വൈറൽ ഡിസീസുകളും ആ വൈറൽ ഡിസീസ് കാരണക്കാരനാകുന്ന വൈറസ് ആര് എന്നുള്ളതുമാണ് പഠിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തറവായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഡിഗ്രി മെയിൻസ് എക്സാമിനേഷന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് എടുത്ത് പറയുന്നതാണ്. എല്ലാം ഈ കിടക്കുന്ന 3 ടേബിളിലെ വസ്തുതകളും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു ഉപേക്ഷയും വിചാരിച്ചേക്കരുത്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചിലപ്പോൾ പോളിയോ മൈലറ്റസ് കയറി ചോദിച്ചേക്കാം, പോളിയോ വൈറസ്, എൻസെഫലൈറ്റിസ് കയറി ചോദിച്ചേക്കാം, ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ്. എന്തായാലും നമുക്കിതിൽ നിന്നൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം. വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ. പക്ഷെ വന്നാൽ നമുക്കിത് കിട്ടാണ്ട് പോകരുത് കേട്ടോ. മംസ് പാരാമൈക്സോ വൈറസ് ആണെന്നൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളിത് പഠിച്ചേ പറ്റൂ. റൈറ്റ്. വൈറസുകളിൽ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു വൈറസ് ഇനമാണ് കൊറോണ വൈറസ് അല്ലേ. കൊറോണ ഒരു കിരീടധാരി എന്നർത്ഥമാകുന്ന പേരൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കാരണം അവൻ്റെ തലയ്ക്ക് മുകളിലുള്ള ഈ പ്രൊട്രൂഷൻസ് ആണ് അതിന് കാരണം. എന്താണ് കൊറോണ വൈറസ്? ഇറ്റ് ഈസ് എ പാൻഡമിക് അല്ലേ. അവിടെ ബ്രാക്കറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? പാൻഡമിക് ആണെന്ന് എഴുതിയിരിക്കുന്നത്. കാരണം കൊറോണ ലോകരാജ്യങ്ങളിൽ ഉടനീളം സ്പ്രെഡ് ചെയ്യപ്പെടുകയുണ്ടായി ഒരേ സമയത്ത് തന്നെ. Corona virus are a specific family of viruses with some of them causing less severe damage, such as common cold, and others causing respiratory and intestinal diseases. ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന വൈറസ് കാരണം 2019 ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു രോഗാവസ്ഥയ്ക്ക് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്ത പേര് COVID-19. ഇതാണ് COVID-19. 2019 ആയതുകൊണ്ടാണ്. കാരണക്കാരനാരാ? വൈറസ് SARS-CoV-2. അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് ഒട്ടനവധി മറ്റ് സ്ട്രെയിൻസ് ഓഫ് വൈറസുകൾ രംഗത്ത് വന്നിട്ടൊക്കെയുണ്ട്. എന്നാലും ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ടത് SARS-CoV-2 എന്ന വൈറസാണ് കൊറോണയ്ക്ക് കാരണമാകുന്നവരെന്ന്, അല്ലെങ്കിൽ കോവിഡിന് കാരണമാകുന്നത്. കൊറോണ വൈറസ് തന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയാണ് SARS-CoV-2. ഡോക്ടർ ലീ വെൻലിയാങ് ആണ് കൊറോണ വൈറസിനെ കണ്ടെത്തിയ മനുഷ്യൻ. ഡോക്ടർ ലീ വെൻലിയാങ്. It has many regularly arranged protrusions on its surface, because of which the entire virus particle looks like an emperor's crown. Hence the name corona. Corona എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൗൺ, കിരീടം എന്നാണ്. ഈ പ്രൊട്രൂഷൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തലയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രൊട്രൂഷൻസ് ഒക്കെ അടങ്ങി പണ്ടത്തെ രാജാക്കന്മാരുടെ തലയിലെ കിരീടം പോലെ തോന്നിക്കുന്ന രൂപസാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇതിന് കൊറോണ വൈറസ് എന്ന പേര് വന്നത്. ഇറ്റ് ഈസ് എൻ RNA വൈറസ്. സ്വാഭാവികം. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, ഡിയോക്സി അല്ല, DNA അല്ല. റൈബോ ന്യൂക്ലിക് ആസിഡ് തന്നെയാണ് ഈ വൈറസിലും കാണാനുള്ളത്. RNA ആണ്. ആസിഡ്സ് ജനറ്റിക് മെറ്റീരിയൽ ഇൻസ്റ്റെഡ് ഓഫ് DNA അല്ല, RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. ദറ്റ് മീൻസ് ദ വൈറസ് ബ്ലെൻഡ്സ് വിത്ത് ദ ഹോസ്റ്റ്സ് DNA ആൻഡ് ക്യാൻ മ്യൂട്ടേറ്റ് റാപ്പിഡ്ലി. ഈ RNA ആണ് ഈ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഹോസ്റ്റ് DNAയിലേക്ക് കടന്നു ചെന്ന് അതിൽ മ്യൂട്ടേഷൻസ് എളുപ്പത്തിൽ വരുത്താൻ സാധിക്കുന്നുള്ളതാണ്. WHO ഒരു വൈഡ് സ്പ്രെഡ് ഡിസീസായിട്ട് അല്ലെങ്കിൽ ഒരു പാൻഡമിക് ആയിട്ട്, വൈഡ് സ്പ്രെഡ് ഡിസീസ് ഇൻ ദ സെൻസ് പാൻഡമിക് ഉദ്ദേശിച്ചിരിക്കുന്നത് പാൻഡമിക് എന്നാണ്, കൊറോണയെ ഡിക്ലെയർ ചെയ്തത് മാർച്ച് 11, 2020. കൊറോണയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് COVID-19 2019 വന്നു എന്നുള്ളതാണ്. ദറ്റ് ഈസ് ട്രൂ. പക്ഷേ ഇവന് പേര് കൊടുത്തിരിക്കുന്നത് ഇവനെ പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 2020 മാർച്ച് 11. ആദ്യമായിട്ട് കോവിഡിന് എഗെയിൻസ്റ്റായിട്ട് വന്നിരിക്കുന്ന വാക്സിൻ ഫൈസർ വാക്സിനാണ്. കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് RT-PCR, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റുകൾ, PCR ടെസ്റ്റുകൾ. അല്ല, നമ്മൾ RT-PCR എന്ന ടെസ്റ്റ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവുമായിരിക്കും. പലരും അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ക്രോസ് ബോർഡർ ട്രാവലിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. RT-PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് 2020 അവസാനങ്ങളിലും 2021 എന്ന് പറയുമ്പോൾ
റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുവിധം കുറഞ്ഞ് ചെറുതായിട്ടൊക്കെ നമുക്ക് യാത്ര ചെയ്യാം സാഹചര്യം തുടങ്ങുന്ന സമയത്തൊക്കെ ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റോട് കൂടിയായിരിക്കും നമ്മൾ യാത്ര നടന്നിട്ടുണ്ടായിരുന്നത്. അതുതന്നെ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയുക. RT എന്ന് പറയുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ RT-PCR ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തും. അതുപോലെ NAT ടെസ്റ്റ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന NAT ടെസ്റ്റ് ഉപയോഗിച്ച് നോക്കുക നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് കണ്ടെത്താനുള്ള ഡിറ്റക്റ്റീവ് ടെസ്റ്റുകളായിട്ട് ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അന്ന് ഈ വാക്സിനുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയവും അതുപോലെ കൊറോണയെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പേരാണ് ആരോഗ്യ സേതു. അന്ന് വാക്സിൻ കിട്ടാത്ത ആൾക്കാർക്ക് ആരോഗ്യ സേതു വഴിയൊക്കെ വാക്സിൻ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലോട്ടുകൾ ബുക്ക് ചെയ്യണം, വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. So what is Arogya Setu? It is a digital service, primarily a mobile application developed by the government of India aimed at protecting the citizens during COVID-19. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് വാക്സിൻ നിർമ്മിച്ചതിന് ശേഷം, വാക്സിൻ നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചാലഞ്ചായിരുന്നു. നോബഡി ഹാസ് എവർ ഡൺ ദിസ്, എവിടെയും ഇല്ല. അപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ വാക്സിനൊക്കെ നമ്മളടുത്തേക്ക് നിന്ന് നമ്മൾ എന്താ പറയുക പൂഴ്ത്തി വെക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ചുറ്റുമുള്ള സഹോദര രാജ്യങ്ങൾക്കൊക്കെ ഈ വാക്സിൻ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പദ്ധതിക്കിട്ട പേരാണ് വാക്സിൻ മൈത്രി. എന്താണ് ആ പദ്ധതിയുടെ പേര്? വാക്സിൻ മൈത്രി, ഫ്രണ്ട്ഷിപ്പ് അല്ലേ, വാക്സിൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ അഫക്റ്റ് ഹ്യൂമൻസ് ആസ് വെൽ ആസ് മാമൽസ് ഇൻക്ലൂഡിംഗ് പിഗ്സ്, കാറ്റിൽസ്, കാറ്റ്സ്, ഡോഗ്സ്, മാർട്ടൻസ്, ക്യാമൽസ്, ഹെഡ്ജ് ഡോഗ്സ് ആൻഡ് സം ബേർഡ്സ്. അതായത് കൊറോണ വൈറസ് മനുഷ്യരിൽ മാത്രം ഉണ്ടാവുമെന്നല്ല, ജനറലി ഡോഗ്സും മറ്റുമൊക്കെ ഇമ്മ്യൂൺ ആയിരിക്കാം ഒരു പക്ഷേ പല രോഗകാരികൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട്. പക്ഷെ ചില വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഇത്തരം ആനിമൽസിലും ബേർഡ്സിലും ഒക്കെ തന്നെയും കാണാനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നില്ലേ, പക്ഷിപ്പനി എന്ന് പോലും പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചില വൈറസും ബാക്ടീരിയയും ഒക്കെ പക്ഷികളെ അഫക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണല്ലോ നമ്മൾ ഈ പക്ഷിപ്പനി എന്നൊക്കെ പറയുന്നത്. സെയിം അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊറോണയും ഇത്തരത്തിലുള്ള ആനിമൽസിൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യണം. ഇപ്പോൾ ആനിമൽസിലേക്ക് ഉണ്ടാകുന്ന ചില വൈറസുകളും ബാക്ടീരിയാസും ഒന്നും അത് ആനിമൽസിൽ നിന്ന് ഹ്യൂമനിലേക്ക് ചിലപ്പോൾ പകരത്തില്ല. അതുതന്നെ ചില രോഗങ്ങളൊക്കെ ഹ്യൂമനിൽ നിന്ന് ആനിമലിലേക്കോ ആനിമലിൽ നിന്ന് ഹ്യൂമനിലേക്കോ പകരാത്ത വിധം ഉള്ള രോഗങ്ങളും ഉണ്ട് ആനിമൽസിന്. ഇപ്പോൾ ആനിമൽ ടു ആനിമൽ അത് പകരുമായിരിക്കും, പക്ഷേ ആനിമൽ ടു ഹ്യൂമൻ അത് പകരുന്ന സാഹചര്യം കുറവായിരിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെയും ഉള്ള രോഗാവസ്ഥകളുണ്ട്. See, there are 4 common disease-causing coronaviruses, while the 2 others are the severe acute respiratory syndrome coronavirus and the Middle East respiratory syndrome coronavirus, both of which can cause severe respiratory disease. രണ്ടെണ്ണം കോമൺ ആണ്, വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ വരുന്ന ഒന്ന് സാർസും 2 മേർസുമാണ്. സാർസ് എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. 2 മേർസാണ്, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം. ആ മേർസ് എന്ന് പറഞ്ഞാൽ ആദ്യം മിഡിൽ ഈസ്റ്റിലാണ്, ഗൾഫ് രാജ്യങ്ങളിലാണ് കണ്ടെത്തിയത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നേക്കുന്നത്. ഓക്കെ, സെറ്റ്. നമുക്ക് നോക്കാം. In the newly identified coronavirus, a direct link with the disease has not been established yet. It was speculated that it was related to the SARS epidemic of 2002. 2002 സർഫസ് ചെയ്ത ആദ്യമായിട്ട് കാണുന്ന സാർസിൻ്റെ ഒരു വകഭേദമായിരിക്കാം COVID-19 എന്ന രീതിയിൽ വന്നത് എന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. ഇതിന് ഒഫീഷ്യൽ പ്രൂഫ് ഒന്നുമില്ല. അതായത് നേരിട്ട് നമുക്ക് സാർസുമായിട്ടോ മേഴ്സുമായിട്ടോ ഒന്നും ഇവനെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. World Health Organization has said that further investigations and research are required to determine the source, mode of transmission and extent of infection caused by the new virus. ഈ പുതിയ വൈറസിൻ്റെ സോഴ്സ് ഇത് എവിടെ നിന്നുണ്ടായി എന്നുള്ളത് പഠിക്കണമെന്നും അതുപോലെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ മോഡ്, ഇത് ഏതൊക്കെ രീതിയിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻ വന്നാൽ തന്നെ അതിൻ്റെ എക്സ്റ്റെൻഡ് ഇതുവരെ ഉണ്ടാവും, അത് എത്ര കണ്ട് സിവിയർ ആവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് WHO ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ എവിടെ പോയി എന്നൊന്നും നമുക്ക് പറയത്തില്ല അല്ലേ, അത് മറ്റൊരു കാര്യം. പോട്ടെ. അങ്ങനെ കോവിഡിനോട് പടപൊരുതി നമ്മൾ രാജ്യം നാളിതുവരെ കണ്ടിട്ടില്ല, രാജ്യമല്ല ശരിക്കും പറഞ്ഞാൽ ലോകം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ലോക യുദ്ധങ്ങൾ, മഹാലോക യുദ്ധങ്ങൾ നടന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നിരിക്കാം. അതിന് ശേഷം
പോസ്റ്റ് വേൾഡ് വാറൊന്നും കാണാത്തൊരു സാഹചര്യത്തിലേക്ക് ആൾക്കാരെ പിടിച്ച് വീട്ടിലിരുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് ചെയ്യാൻ സാധിച്ചത് വലിയ ഒരു ഗുണമാണ്. അതായത് മെഡിക്കൽ സിസ്റ്റം മുട്ടുകുത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ഇവിടെ വാക്സിൻ ഇല്ല, ക്യൂർ ഇല്ല, രണ്ടുമില്ല. കൊറോണയുടെ ഒരു പ്രത്യേകത, ഇറ്റ് ഇസ് നോട്ട് എ വെരി സീരിയസ് ഇഷ്യൂ. ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള രോഗമൊന്നുമല്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള സ്പ്രെഡിങ് ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് കൊറോണ വൈറസിന്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരല്പം വീക്കായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ, മുതിർന്നവർ, റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ളവർ, ഇവർക്കൊക്കെ കൊറോണ വൈറസ് എഫക്റ്റ് ചെയ്യപ്പെട്ടാൽ അത് ഡെഡ്ലി ആവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊറോണ വൈറസ് എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് പനി വന്ന് പോകുന്നു എന്നുള്ളതല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല, കുറവാണ്. പക്ഷേ അൺഹെൽത്തി ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊറോണ വൈറസ് ഒരു പക്ഷേ അപകടകാരിയാണ്, അല്ലെങ്കിൽ ജീവന് പോലും ഹാനിയാകാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു അപകടകാരിയായിട്ട് മാറുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്തിൽ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കൺസേൺഡ് ആയത്. സോ എനിക്ക് വന്നാൽ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എൻ്റെ ഒരു വീക്കായിട്ടുള്ളൊരു എന്താ പറയുക, എൻ്റെ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ വന്നാലോ, എനിക്ക് വരുന്നത് കാരണം ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്, ആ വീട്ടിൽ തന്നെ അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൊറോണ ഉണ്ടായാൽ എനിക്കിത് അപകടകാരിയല്ലായിരിക്കും, ഒരു പനി വന്ന് പോകുമായിരിക്കും. പക്ഷേ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഒരു പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ആ സിറ്റുവേഷനിൽ നാളിതുവരെ നമ്മൾ കണ്ടിരിക്കുന്നില്ല, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ലോക്ക്ഡൗൺ, ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് അല്ലേ? നേഷൻ വൈഡ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് രാജ്യം മൊത്തത്തിൽ അടച്ചിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഒരു കോവിഡ് പാൻഡമിക് വരുമെന്നും രാജ്യം മുഴുവൻ അടച്ചിടുമെന്നും ഇക്കണോമിക് ആക്ടിവിറ്റികൾ സ്തംഭിക്കുമെന്നും ഡെയിലി റൂട്ടീൻസ് എല്ലാവരുടെയും താളം തെറ്റുമെന്നും എല്ലാവരും കടച്ച് വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്നും അവശ്യ സാധനങ്ങൾ മാത്രം വീടുകളിൽ എത്തുന്ന സാഹചര്യം ഒരുങ്ങുമെന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടില്ല. കുറച്ച് കാലത്തേക്ക് ഒരു പക്ഷേ 2-3 ദിവസങ്ങൾക്ക് ഒരു പക്ഷേ ഇത്തരത്തിൽ ഗവൺമെൻറ്റിന് ആൾക്കാരെ എല്ലാം വീട്ടിൽ പിടിച്ചിരുത്താൻ സാധിച്ചേക്കും. പക്ഷേ മാസങ്ങളോളം, ഒരു പക്ഷേ ഒരു വർഷത്തോളം ഇന്ത്യയിലെ ജനതയെ വീട്ടിനകത്ത് തന്നെ പിടിച്ചിരുത്താനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചു. അതനുസരിച്ച് ജനങ്ങൾ കൂടെ നിന്നു എന്നതൊരു വലിയ 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 നേട്ടം തന്നെയാണ്. ആ ഒരു നേട്ടത്തിൻ്റെ ഫലമാണ് മരണനിരക്ക് മറ്റും ഒരുപാട് കുറവ് നമ്മൾ നേരിടേണ്ടി വന്നതുമൊക്കെ. കൺഗ്രാജുലേറ്റ്സ് ടു ദാറ്റ്. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും കൃത്യമായിട്ട് അവരവരുടെ റോളുകൾ പാലിച്ചു, ഒരുമിച്ച് നിന്നു. പക്ഷേ ഇതിനൊരു അന്ത്യം വേണം. അനിശ്ചിതത്വം ആൾക്കാരെ പിടിച്ചു കുലുക്കി തുടങ്ങി. ഇതെന്ന് അവസാനിക്കും ഈ ലോക്ക്ഡൗൺ? ആൾക്കാരുടെ ജീവിതോപാധി തേടിയുള്ള യാത്രകൾ നിന്നു, ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മുടങ്ങി, പലരുടെയും ജോലി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് വന്നു, ബിസിനസ്സുകൾ തകരുന്ന സാഹചര്യം വന്നു. ഇപ്പോൾ ഇത് അധികകാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അണിയറയിൽ തകൃതിയായിട്ട് കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടയൊരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ശക്തമായ ഗവേഷണങ്ങൾക്കൊടുവിൽ 2 വാക്സിനുകൾ പ്രഥമ ദൃഷ്ടിയാൽ രംഗപ്രവേശനം നടത്തുകയും ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കോവാക്സിൻ. ദിസ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് COVID-19 വാക്സിൻ. ഏതാ? കോവാക്സിൻ. ഡെവലപ്ഡ് ബൈ ദി ഭാരത് ബയോടെക് in collaboration with the Indian Council of Medical Research ICMR and the National Institute of Virology Pune. NIV പൂനെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും അഘോരാത്രം പരിശ്രമിച്ച് ഭാരത് ബയോടെക്കുമായി ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് കോവാക്സിൻ. ഇന്ത്യ കാണ്ട് എന്ന് ലോകം പറഞ്ഞപ്പോൾ ഇന്ത്യ ക്യാൻ എന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. ഗുഡ്. The vaccine received approval for phase 1 and phase 2 human trials from July 2020. After the phase 3 trials in January 2021, the vaccine received approval from the Drug Control General of India DCGI for restricted use in the emergency situation. 2021 ജനുവരിയിൽ എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാം എന്നൊരു സിറ്റുവേഷൻ വന്നു. അതിനുശേഷം പിന്നീട് ഗ്ലോബലായിട്ട് യൂസ് ചെയ്യാം, വ്യാപകമായിട്ട് ഉപയോഗിക്കാം എന്ന അപ്രൂവലും കിട്ടുന്നുണ്ട്. അത് കോവാക്സിൻ. 2 കോവിഷീൽഡ്. Covishield is co-developed by the University of Oxford and British-Swedish company AstraZeneca in collaboration with the Serum Institute of India. അല്ലെ, ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സ്വീഡിഷ് കമ്പനി ആയിട്ടുള്ള ആസ്ട്രാസെനക്കയുമായിട്ട് ചേർന്ന് ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിനാണ് കോവിഷീൽഡ്.
This vaccine has also been approved under the restricted use in emergency situations. The government of India signed a purchase order of 11 million doses of this Serum Institute in Covishield with the Serum Institute for Covishield. 11 million dose. 11 million എന്ന് പറഞ്ഞാൽ 1,10,000,000 വാക്സിനുകളെ ആവശ്യപ്പെട്ടു ഗവൺമെൻറ്. പിന്നെ ZyCoV-D. ദിസ് വാക്സിൻ ഇതധികം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കോവിഡ് വാക്സിനുകളൊന്നും തന്നെയാണ് ZyCoV-D. ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ദി ഫാർമസ്യൂട്ടിക്കൽ കമ്പനി Zydus Cadila. And it is the third vaccine in India to receive DCGI node for phase 3 human trials. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ DNA പ്ലാസ്മിഡ് വാക്സിൻ. അത് വേണേൽ ചോദിക്കാം, ഇന്ത്യയുടെ ആദ്യത്തെ DNA പ്ലാസ്മിഡ് കോവിഡ് വാക്സിൻ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ZyCoV-D ആയിരുന്നു. അതേതാണ് ZyCoV-D. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കി അങ്ങനെ ഇങ്ങനെ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല, പക്ഷെ ഇതെൻ്റെ പ്രത്യേകതയാണ്. സെറ്റാന്നേ. മൂന്നാമത്തെ അപ്രൂവൽ കിട്ടുന്നത് ZyCoV-Dക്കാണ്. പിന്നെ വരുന്നു സ്പുട്നിക് 5 എന്ന് പറയുന്ന മറ്റൊരു വാക്സിൻ. സ്പുട്നിക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലോടി വരുന്ന ചിത്രം റഷ്യ എന്ന രാജ്യത്തിൻ്റേതാണ്. സ്പുട്നിക് എന്ന് കേട്ടാൽ മനസ്സിലോടി വരിക റഷ്യ എന്ന രാജ്യത്തിൻ്റെ ചിത്രമാണ്. സ്പുട്നിക് 5 അതുകൊണ്ട് തന്നെ റഷ്യയുടെ തന്നെ ഒരു വാക്സിൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. Sputnik 5 is the first registered vaccine against COVID-19 created on a human adenoviral vector platform. It was developed by Russia's Gamaleya Research Institute. റഷ്യയുടെ ഗമാലയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പുറത്തിറക്കിയ വാക്സിനാണ് സ്പുട്നിക് 5. The Russian Direct Investment Fund, Russia's sovereign wealth fund, is investing in the production and promotion of the vaccine abroad. In India, it has tied up with Dr. Reddy's laboratories and produced. ഇന്ത്യയിൽ സ്പുട്നിക് 5ൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ് നമ്മുടെ ഗമാലയ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ടൈപ്പ് ചെയ്തിരുന്നതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കാം. ബയോളജിക്കൽ ഈസ് നോവൽ COVID-19 വാക്സിൻ. പ്രത്യേകിച്ച് വേറെ പേരൊന്നും ഇട്ടില്ല. ബയോളജിക്കൽ എന്ന് പറയുന്ന കമ്പനിയുടെ നോവൽ കോവിഡ് വാക്സിൻ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ ജയൻറ്റ് തന്നെയാണ് ബയോളജിക്കൽ എന്ന് പറയുന്ന കമ്പനി. അവരൊരു ഒഹായോ സ്റ്റേറ്റ് ഫൗണ്ടേഷനും ഇന്നൊവേഷൻ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൊണ്ടുവന്ന വാക്സിൻ ആണ് നമ്മുടെ ബയോളജിക്കലിയുടെ COVID-19 വാക്സിൻ എന്ന് പറയുന്നതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്ന സിറ്റുവേഷനുണ്ട്. COVID-19 ഒരു സ്പ്രെഡിങ് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ടൗൺ വുഹാനാണ്, ചൈനയിൽ. 31 ഡിസംബർ 2019 വുഹാനിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തായ്ലൻഡാണ് അടുത്ത രാജ്യം അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. ചൈന കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് കോവിഡ് അഫക്റ്റ് ചെയ്ത രാജ്യം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്ത രാജ്യം, അറിയുന്ന ഇൻഫർമേഷൻ വെച്ച് പറയുന്നതാണ്. ചിലപ്പോൾ അതിന് മുമ്പ് അഫക്റ്റ് ചെയ്ത വേറെ രാജ്യം ഉണ്ടാവുമായിരിക്കാം. റിപ്പോർട്ട് ചെയ്യുന്നത് തായ്ലൻഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് 2020 ജനുവരി 30 അല്ലേ? 2020 ജനുവരി 30 എവിടെ? തൃശ്ശൂരിലാണ്. കേരളം കോവിഡ് പാൻഡമിക്കിനെ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്യുകയും തൃശ്ശൂർ, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ തുടക്കത്തിൽ COVID-19 പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകത്തിലുമാണ്. ആദ്യ കോവിഡ് ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകത്തിലുമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആദ്യ ലോക്ക്ഡൗൺ മാർച്ച് 25, 2020 ആയപ്പോഴേക്കും ഫസ്റ്റ് ലോക്ക്ഡൗൺ ആരംഭിക്കുകയും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആദ്യമായിട്ട് രാജസ്ഥാനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺസ് ടു റിസീവ് വാക്സിൻ ഇസ് മനീഷ് കുമാർ. കോവിഡ് വാക്സിൻ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മനീഷ് വാക്സിൻ. അന്ന് കേരള ഗവൺമെൻറ് ദിശ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് 1056 എന്ന ടോൾ ഫ്രീ നമ്പർ, അല്ലെങ്കിൽ ടോൾ ഫ്രീ എന്നല്ല, 1056 എന്ന നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഹെൽപ്പ് ലൈനിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 1075 എന്ന് പറയുന്ന ഒരു എമർജൻസി കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പറും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹെൽത്ത്, ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട്. സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ കോവിഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തത് എയ്ഡ്സ്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് കാരണക്കാരൻ നമുക്കറിയാം. ലുക്ക് മോണ്ടെഗ്നിയർ ആണ് എയ്ഡ്സ് കണ്ടെത്തിയ മനുഷ്യൻ. 1981 അമേരിക്കയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് എന്ന രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയിലും, കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ജില്ല പത്തനംതിട്ടയുമാണ്. വേൾഡ് എയ്ഡ്സ് ഡേ is observed on December 1st of every year, and the theme for 2025 is overcoming disruption, transforming the AIDS response. 2026 ഡിസംബർ ആയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഇത് പറയാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 2025 ഡിസംബർ 1 എയ്ഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ 2025 തീം എന്തായിരുന്നു?
overcoming disruption, transforming the AIDS response. The word AIDS stands for acute immunodeficiency syndrome. നമ്മൾ പറഞ്ഞു, this means deficiency of immune system acquired during the lifetime of the individual, indicating that it is not a congenital disease. ഇത് ജനൈറ്റൽ അല്ല, ജനിതക രോഗമല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് എയ്ഡ്സിലെ അക്വയർഡ് എന്ന വാക്ക്. ഇത് അക്വയർ ചെയ്തതാണ്. ആരക്വയർ ചെയ്തു? മനുഷ്യൻ അക്വയർ ചെയ്തു. തൻ്റെ ജീവിത സാഹചര്യത്തിൽ ലൈഫ് ടൈമിൽ എവിടെയോ വെച്ച് എന്തോ സാഹചര്യം കൊണ്ട് ഉണ്ടായ അക്വയർ ചെയ്ത നേടിയെടുത്തൊരസുഖമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. AIDS was first reported in 1981 and in the last 25 years and so, it has spread all over the world, killing more than 25 million persons. വേണമെന്നില്ല, ആദ്യം റിപ്പോർട്ട് ചെയ്ത 1981 എന്നുള്ളൊന്ന് അറിഞ്ഞിരിക്കാം. AIDS is caused by the human immunodeficiency virus, a member of the group of viruses called retrovirus. Retrovirus എന്ന ഗ്രൂപ്പിൽ പെടുന്ന വൈറസാണ് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. പഠിച്ചിരിക്കുക. So which of the following അല്ലെങ്കിൽ human immunodeficiency virus is part of അല്ലെങ്കിൽ is a member of which of the following viruses എന്ന ചോദ്യം പ്രതീക്ഷിക്കാം. റെട്രോ വൈറസ് എന്ന ഗ്രൂപ്പിൽ പെട്ടവനാണവൻ. which have an envelope enclosing the RNA genome. എന്താ റെട്രോ വൈറസ്? RNA ജീനോമിന് പുറമെ ഒരു എൻവലപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എൻക്ലോസിങ് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വൈറസാണ് HIV വൈറസ്. അതുകൊണ്ടാണ് അതിന് റെട്രോ വൈറസ് എന്ന കാറ്റഗറി നമ്മൾ പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ ജനറലി ഒക്കേഴ്സ് ബൈ 2-3 രീതികൾ നമ്മൾ പറയുള്ളൂ. ഒന്ന്, സെക്ഷുവൽ കോൺടാക്റ്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. HIV വൈറസ് ബാധിതനായിരിക്കുന്ന അല്ലെങ്കിൽ ബാധിതയായിരിക്കുന്ന ഒരു വ്യക്തിയോട് സെക്ഷുവൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്നത് മുഖാന്തരം HIV പകരാം. കമ്മ്യൂണിക്കബിളാണ്, അത് അത്തരത്തിൽ HIV പകരാം, എയ്ഡ്സ് ഉണ്ടാകാം. രണ്ടാമത്തെ കണ്ടീഷൻ, ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ഓർ ബ്ലഡ് പ്രോഡക്ട്സ്. ഒരു HIV ബാധിതനായിരുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ഉപയോഗിച്ച നീഡിൽ, ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്തോ മറ്റോ ഉപയോഗിച്ച നീഡിൽ മറ്റൊരു വ്യക്തിയിലേക്ക് കുത്തുമ്പോൾ അതുവഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ HIV ബാധിതനായ ഒരു മനുഷ്യൻ്റെ ബ്ലഡ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന സമയത്തും ബ്ലഡ് സ്വീകരിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട്, HIV ബാധിതനാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, ബൈ ഷെയറിങ് ഇൻഫെക്റ്റഡ് നീഡിൽസ്. അത് നമ്മൾ പറഞ്ഞു, ആസ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസസ്. ഇപ്പോൾ ഇത് നേരിട്ടാവണമെന്നില്ലല്ലോ. ഇപ്പോൾ ഡ്രഗ് അബ്യൂസസ് ഉണ്ടല്ലോ, ഈ കുത്തിവെച്ച് ഡ്രഗ്സ് എടുക്കുന്ന വിരുദ്ധന്മാരും ഒക്കെ ഉണ്ടല്ലോ, മൃതകളും ഉണ്ട് എന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ എയ്ഡ്സ് ഉള്ള ആളാണോ അല്ലയോ എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. എവിടെയോ കിട്ടുന്ന നീഡിലൊക്കെ എടുത്ത് ഇതെങ്ങനെയും ശരീരത്തിലേക്ക് ഈ ലഹരി കുത്തിവെക്കുക എന്നുള്ള വളരെ ഹീനമായിട്ടുള്ള ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് റോഡേ കിടക്കുന്ന നീഡിൽ വേണമെങ്കിലും എടുത്ത് കുത്തിവെക്കും ആര്. അപ്പോൾ ഇതിലെന്തൊക്കെ വൈറസുകളുണ്ട് എന്നൊക്കെ ആ തമ്പുരാന് മാത്രം അറിയാം. അപ്പോൾ അത് ഇൻട്രാവീനസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ അത് പറയുന്ന പോലെ ഹോസ്പിറ്റലുകളിലും പണ്ടൊക്കെ അപകടങ്ങൾ പറ്റിയിട്ട് ഒരു തവണ ഉപയോഗിച്ച നീഡിലൊക്കെ പിന്നെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമാണ്. പിന്നുള്ളത്, ഫ്രം ആൻ ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ത്രൂ പ്ലാസെൻറ്റ. ശ്രദ്ധിച്ചോളുക അല്ലേ, ഒരു ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്ലാസെൻറ്റ വഴി എയ്ഡ്സ് പകരാം. So people who are at a high risk of getting this infection includes individuals who have multiple sexual partners, drug addicts who take drugs intravenously. അതുപോലെ ഇൻഡിവിജ്വൽസ് who require repeated blood transfusions and children born to an HIV infected mother. എതും പിടികിട്ടിയല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആർക്കൊക്കെ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. It is important to note that HIV അല്ലെങ്കിൽ AIDS is not spread by mere touch or physical contact. ജസ്റ്റ് ഒന്ന് ഫിസിക്കൽ കോൺടാക്റ്റ്, തോളിൽ മേൽ കൈയിട്ട് നടന്നു എന്നോ ഒന്ന് ഹഗ് ചെയ്തു എന്നോ ഒക്കെ കരുതിയിട്ട്, ഫിസിക്കൽ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് കരുതിയിട്ടോ ടച്ചിലൂടെയോ ഒന്നും തന്നെയും എയ്ഡ്സ് പകരത്തില്ല. നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസിലൂടെ മാത്രമാണ് എയ്ഡ്സ് പകരുന്നത്. സോ ഇറ്റ് സ്പ്രെഡ് ഓൺലി ത്രൂ ബോഡി ഫ്ലൂയിഡ്സ് അല്ലേ, ശരീര ഫ്ലൂയിഡുകളിലൂടെ, ശരീരത്തിലുള്ള ഫ്ലൂയിഡുകളിലൂടെ മാത്രമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയാൽ മാത്രമാണ്, ബോഡി ഫ്ലൂയിഡുകൾ കൈമാറിയാൽ മാത്രമാണ് എയ്ഡ്സ് പകരുക. It is hence imperative for the physical and psychological well-being that the HIV infected persons are not isolated from family and society. Blah blah blah. അത് നമ്മൾ മറ്റു കാര്യങ്ങളാണ്. എന്തായാലും
HIV നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എയ്ഡ്സിൻ്റെ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നതിനും ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി ഫീൽ ചെയ്യുന്നതിനൊക്കെ ഒരു ചെറിയ ടൈം പീരീഡ് ഉണ്ട്. ദിസ് പീരീഡ് മേ വേരി ഫ്രം എ ഫ്യൂ മന്ത്സ് ടു ഈവൻ ഇയേഴ്സ്. അത് ആൾക്കാരുടെയും അതുപോലെ ഈ HIV-യുടെയും ഒക്കെ തീവ്രത അനുസരിച്ച് മാറും. മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുക്കും ഒരു പക്ഷേ ഈ സിംറ്റംസ് പുറത്ത് കാണാനായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ HIV അഫക്റ്റഡ് ആയിട്ടുള്ള HIV ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നാൽ കൂടിയും ചിലർക്ക് അത് ചിലപ്പോൾ മാസങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ആ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ചിലരുടെ കാര്യത്തിൽ അത് വർഷങ്ങളെടുക്കും. ചിലപ്പോൾ 5 മുതൽ 10 വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ സിംറ്റം കാണിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെയും ഉണ്ടാകുന്ന സിറ്റുവേഷനുണ്ട്. ഓക്കെ, സെറ്റ്. After getting into the body of the person, the virus enters into macrophages where RNA genome of the virus replicates to form viral DNA with the help of the enzyme reverse transcriptase. Reverse transcriptase എന്ന എൻസൈമിൻ്റെ സഹായത്തോടുകൂടി DNA-യുടെ കൺട്രോൾ ഏറ്റെടുക്കും. This viral DNA gets incorporated into host cell DNA and directs the infected cells to produce virus particles. The macrophages continue to produce viruses and in this way ആക്ട് ലൈക്ക് HIV ഫാക്ടർ. അങ്ങനെ മാക്രോഫേജസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു വെച്ചോളൂ. ആ HIV ഫാക്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്, വൈറസുകളെ റിപ്പീറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നത്. സൈമിൾട്ടേനിയസ്ലി HIV എൻറ്റേഴ്സ് ഇൻ ടു ഹെൽപ്പർ T ലിംഫോസൈറ്റ്സ്. നമ്മുടെ WBC ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന WBCകളിൽ ഒന്നാണ് T ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്, ഹെൽപ്പർ T ലിംഫോസൈറ്റ്സ്. അപ്പോൾ ഈ HIV T ലിംഫോസൈറ്റ്സിലേക്ക് കടന്നു ചെന്ന് റെപ്ലിക്കേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് പ്രൊജനി വൈറസസ്. പുതിയ വൈറസുകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. The progeny virus released into the blood attack other T lymphocytes and this is repeated leading to a progressive decrease in the number of helper T lymphocytes in the body of the infected person. ഇതാണ് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതിന് കാരണമാവുന്നത്. പിടിയിട്ടുന്നുണ്ടോ? During this period the person suffers from bouts of fever, diarrhea, weight loss പോലുള്ള ആൾക്കാരൊക്കെ വളരെ മെലിഞ്ഞ് ഉണങ്ങി ഇല്ലാണ്ടായി വെയിറ്റ് ലോസ് ഒക്കെ സംഭവിച്ചിട്ട് ഓക്കെ ഇറക്കുന്നതിൻ്റെ കാരണമാണ്. Due to decrease in the number of T lymphocytes, the person starts suffering from infections that could be otherwise overcome and those due to bacteria, especially mycobacterium, viruses, fungi, parasites like toxoplasma, etc. അങ്ങനെ പേഷ്യൻസ് ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ട് ഏതൊരു ചെറിയ അസുഖം ബാധിച്ചാൽ കൂടിയും വീക്കായി പോകുന്ന സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ HIV ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും? വൈഡ്ലി യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. ഒരുപാട് തവണ PSC ഇതിൻ്റെ ഈ പൂർണ്ണ രൂപം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. എലീസ ടെസ്റ്റ്. എന്താണ് എലീസ ടെസ്റ്റ്? HIV അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എയ്ഡ്സ് കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഡിറ്റക്ഷൻ ടെസ്റ്റ് ഏതാണെന്ന് തിരിച്ചറിയുക. എലീസ ടെസ്റ്റാണ്. എലീസയുടെ പൂർണ്ണ രൂപവും ചോദിച്ചിട്ടുണ്ട്. എന്താ എലീസ ടെസ്റ്റ് എന്ന് പറയുന്നത്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. എന്നോട് ഒന്നുകൂടെ പറയുക. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ, എലീസ. സെറ്റാന്നേ. അപ്പോൾ എലീസ ടെസ്റ്റിലൂടെയാണ്, മാത്രമല്ല വേറെയും ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഞാൻ അവിടെ മുമ്പ് പറഞ്ഞുതരാം. എയ്ഡ്സ് HIV ബാധിതനാണോ അല്ലയോ എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ടെസ്റ്റാണത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് എയ്ഡ്സ് വിത്ത് ആൻറ്റി റെട്രോവൈറൽ drugs is only partially effective and they can only prolong the life of the patient but cannot prevent death which is inevitable. അതായത് നിങ്ങൾക്ക് HIV ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, എയ്ഡ്സ് ബാധിതനായി കഴിഞ്ഞാൽ ദർ ഈസ് നോ ക്യൂർ ടു എയ്ഡ്സ്. എയ്ഡ്സിന് ക്യൂറില്ല, അതായത് മരുന്നില്ല. ഒരു പരിധിവരെ ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിക്ക് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സപ്ലിമെൻറ്റുകളും റെട്രോവൈറൽ ഡ്രഗ്സും ഒക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാന്നുള്ളതല്ലാണ്ട് ഇതൊന്നും ഒരു ശാശ്വതമായൊരു പരിഹാരമൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒന്ന് വി ക്യാൻ എക്സ്പെക്റ്റ് ടു ബി ഇൻക്രീസ്ഡ്. അത് മാത്രമേ ഉള്ളൂ. വി ക്യാൻ എക്സ്പെക്റ്റ് ഒരല്പം കൂടുതൽ കാലം ജീവിക്കാൻ സാധിച്ചിരിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെത്ത് സുനിശ്ചിതമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ദറ്റ്സ് നത്തിങ് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. എയ്ഡ്സ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടാവാണ്ട് നോക്കുക എന്നുള്ളതാണ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസൊക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് NGOകൾ ഇഷ്ടംപോലെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എയ്ഡ്സിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടും എയ്ഡ്സ് ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ലോകത്ത് മുഴുവനായിട്ട് തന്നെയും ഉണ്ടത് മനസ്സിലാക്കിയിരിക്കുക. ബ്ലഡ് ബാങ്കുകൾ സേഫായിട്ട് ഉപയോഗിക്കുന്നതിനും മറ്റുമൊക്കെ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും നീഡിൽസും സിറിഞ്ച് പോലുള്ളവ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം പബ്ലിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. Infection with HIV or having AIDS is something that should not be hidden, since then the infection may spread to many more people. അതുകൊണ്ട് തന്നെ അത് സ്പ്രെഡ് ചെയ്യാതെ ഹൈഡ് ചെയ്യാതെ
നിൽക്കുന്നതാണ് ഒരു അഫക്റ്റഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. മറ്റുള്ളവരിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് കൊടുക്കാതിരിക്കാവുന്നതാണ്. അപ്പോൾ ഡയഗ്നോസിന് നമ്മൾ എലീസ ടെസ്റ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കാം, സതേൺ ബ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കാം, PCR ടെസ്റ്റ് ഉപയോഗിക്കാം, റാപ്പിഡ് ടെസ്റ്റ് ഉപയോഗിക്കാം, നീവ ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ HIV തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കോമൺ ടെസ്റ്റ് എലീസയാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻഡ് മോസ്റ്റ് കോമൺലി ആസ്ക്ഡ് ബൈ PSC. എലീസ ടെസ്റ്റിനെ പറ്റി തന്നെയാണ്. വെസ്റ്റേൺ ബ്ലോട്ട്, സതേൺ ബ്ലോട്ട്, അതുപോലെ PCR, റാപ്പിഡ് ടെസ്റ്റ്, അതുപോലെ നീവ ടെസ്റ്റ് പോലുള്ളവ ഉപയോഗിച്ചും നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാവുന്നതാണെന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞതാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയാനില്ല, ഒരു ക്യൂർ ഇല്ല. പിന്നെ ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി, ആർട്ട് തെറാപ്പി എന്ന് പറയും, അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മെഡിസിൻസ് ബ്യൂട്ടൈൻ, അസിഡോതൈമിഡൈൻ, അതുപോലെ കോംബിവയർ, അതുപോലെ ട്രിസിവിർ, ട്രുവാഡ, എബ്സിക്കോം പോലുള്ള മെഡിസിൻസ് കൺസ്യൂം ചെയ്യാം. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂർ അല്ല. ഓക്കെ, സെറ്റ്. അടുത്തൊരു രോഗാവസ്ഥയാണ് കോമൺ കോൾഡ്. റൈനോ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്നൊരു രോഗാവസ്ഥയാണ് കോമൺ കോൾഡ്. ദ ഇൻഫെക്റ്റ് ദ നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ് ബട്ട് നോട്ട് ദ ലങ്സ്. പ്രത്യേകതയുണ്ട്, ശ്വാസകോശ സംബന്ധമായാലേ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത് കോമൺ കോൾഡെങ്കിലും. മറ്റേ തീർന്നു കേട്ടോ, എയ്ഡ്സ് അവിടെ തീർന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് നമ്മുടെ കോമൺ കോൾഡ് ബാധിക്കുന്നതെങ്കിൽ കൂടി നമ്മുടെ ലങ്സ് അൺടച്ച്ഡ് ആയിരിക്കും. ഇവിടെ ലങ്സിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. The common cold is characterized by nasal congestion and discharge, sore throat, soreness, cough, headache, tiredness, etc. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 3-7 ദിവസം വരെയൊക്കെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അനുസരിച്ചിട്ട് ലാസ്റ്റ് ചെയ്യും. Droplets resulting from cough and sneeze of an infected person are either inhaled directly or transmitted through contaminated objects such as pen, book, cup, whatever it is. അത് ഇൻഫെക്ഷൻ പകരുന്നതിന് കാരണമാകും. ഇപ്പോൾ കോമൺ കോൾഡൊക്കെ ഈസിലി സ്പ്രെഡിങ് ആണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ഉള്ള രോഗാവസ്ഥയാണ് എന്നും പഠിച്ചിരിക്കുക. സെറ്റാണ്. ഇത്രയും മതി തൽക്കാലത്തേക്ക് ഈ ഒരു പാർട്ടിൽ എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ രണ്ടാം ഭാഗം അടുത്ത ദിവസം നോക്കുന്നതായിരിക്കും. ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂവേഷനുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെ ഇവർക്ക് നമസ്കാരം, നന്ദി, താങ്ക് യു.